ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ +1 മലയാളത്തിന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഈ വരാൻ പോകുന്ന, അതായത് നാളെ നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചില ചോദ്യങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ സെറ്റാക്കി വെച്ച ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം: അർഹിക്കുന്ന ആദരവ് കിട്ടാത്ത യജമാനന്റെ ഈർഷ്യയോടെ ശ്രീജിത്ത് ചോദിച്ചു, എന്താ നോക്കുന്നത്? ഈ വാക്യത്തിന് ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലുള്ള പ്രാധാന്യം എന്താണ്? ശ്രീജിത്ത് തൻ്റെ ഭാര്യയോട് തനിക്ക് വേണ്ട ആദരവ് കിട്ടാത്ത ഭാവത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിന് കഥയിലുള്ള പ്രാധാന്യം എന്താണ്? സെറ്റാണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. മരങ്ങൾക്കും വേരുകൾക്കും മനുഷ്യഭാവം കൽപ്പിക്കുന്ന സന്ദർഭങ്ങൾ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന ലേഖനത്തിൽ കണ്ടെത്തി വിശദീകരിക്കുക. മരങ്ങൾക്കും വേരുകൾക്കും മനുഷ്യഭാവം കൽപ്പിക്കുന്ന സന്ദർഭങ്ങൾ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന ലേഖനത്തിൽ കണ്ടെത്തി വിശദീകരിക്കുക. സെറ്റാണല്ലോ. ഏതാണ്? എന്നെ നസീർ ഈ പ്രകൃതിയിൽ മനുഷ്യ സ്വഭാവം ആരോപിക്കുന്ന ഭാഗമുണ്ട്. അത് ഏതാണ്? മരങ്ങൾക്ക് മനുഷ്യ സ്വഭാവം ആരോപിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഉത്തരത്തിനകത്ത് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ എന്ന സിനിമാ ഗാനത്തിന്റെ സവിശേഷതകൾ വിലയിരുത്തുക. ആ സിനിമാ ഗാനത്തിന് പല പ്രത്യേകതകളുമുണ്ട്. അതിന് സാമൂഹികപരമായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഈ പ്രത്യേകതകളെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക? നമ്മൾ അവിടെ എഴുതി വെച്ചേക്കുക. നെക്സ്റ്റ്: സൈക്കിൾ മോഷ്ടാക്കൾ എന്ന സിനിമയിലെ ബ്രൂണോ എന്ന കഥാപാത്രത്തിന് നായക കഥാപാത്രമായ റിച്ചിക്ക് തുല്യമായ പ്രാധാന്യമുണ്ട്. കഥാപാത്ര വിശകലനം ചെയ്ത് സമർത്ഥിക്കുക. നമ്മുടെ സൈക്കിൾ മോഷ്ടാക്കൾ എന്ന സിനിമയിലെ നായകൻ റിച്ചി ആണെങ്കിലും റിച്ചിയോടൊപ്പം തന്നെ നിൽക്കുന്ന കഥാപാത്രമാണ് റിച്ചിയുടെ മകനായ ബ്രൂണോ. എന്തെല്ലാം കാര്യങ്ങളിലാണ് ബ്രൂണോ അവിടെ നായകന്റെ റോളിലേക്ക് ഇതിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഏതൊക്കെ രംഗങ്ങളിൽ ബ്രൂണോയുടേതായിട്ടുള്ള വ്യക്തിത്വം അടയാളപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഉത്തരത്തിനകത്ത് രേഖപ്പെടുത്തുക. സെറ്റല്ലേ? നെക്സ്റ്റ്: അവ്യവസ്ഥിതത്വം കവിതയുടെ സ്വഭാവമാണ്. അർത്ഥമുള്ളത് കവിതയല്ല, അതിനപ്പുറമുള്ളതാണ് കവിത. MN വിജയന്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സ്വാഭിപ്രായം വ്യക്തമാക്കുക. എന്താണ് അവ്യവസ്ഥിതത്വം? ആംബിഗിറ്റി എന്ന് പറയുന്നത്. ആംബിഗിറ്റിയുടെ ഉദാഹരണം തൂലിക, പേന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. ആ ഉത്തരത്തിന് എന്ത് ചെയ്യുക? ആ പരാമർശങ്ങളെ നമ്മുടെ ഉത്തരത്തിനകത്തേക്ക് എന്ത് ചെയ്യുക? കൊണ്ടുവന്നേക്കുക. ഉത്തരം സെറ്റ്. നെക്സ്റ്റ് നോക്കുക. കൊലക്കുടുക്കാവുന്ന കയറിനെ ഊഞ്ഞാലാക്കി തീർക്കാൻ കഴിയും എന്ന അരനൂറ്റാണ്ട് മുമ്പത്തെ ദർശനം വർത്തമാനകാലത്തും പ്രസക്തമാണ്. അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കുക. ആളുകളെ തൂക്കിക്കൊല്ലാനും ആത്മഹത്യ ചെയ്യാനും ഉപയോഗിക്കുന്ന കയറുകൊണ്ട് ഏറ്റവും സന്തോഷം നൽകുന്ന ഊഞ്ഞാലുണ്ടാക്കാനും സാധിക്കും. ആളുകളെ നിഗ്രഹത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളെ ആളുകളുടെ സന്തോഷത്തിന് നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാൻ പറ്റും എന്നതിൻ്റെ തെളിവുകൾ സഹിതം എന്ത് ചെയ്യുക? നമ്മൾ അവതരിപ്പിക്കുക. വൈലോപ്പിള്ളി കവിതയിൽ നിന്നുള്ള വരികളാണ്. സെറ്റാണല്ലോ. നെക്സ്റ്റ് നോക്കുക. എൻ്റെ ചിരിക്കകത്തുള്ള ദുഃഖത്തിൻ്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല. അനർഘ നിമിഷം. ചിരിക്കകത്തുള്ള ദുഃഖം എന്ന ബഷീറിൻ്റെ പരികൽപ്പന മനുഷ്യ ജീവിതത്തെക്കുറിച്ച് ചില ദർശനങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. മനുഷ്യരുടെ പൊതുവായ സ്വഭാവത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടി യോജിക്കാൻ പറ്റും. അത് പരിശോധിക്കാനാണ്. അപ്പം നമുക്ക് ചാർലി ചാപ്ലിനെ കൊണ്ടുവരാം. ചിരിച്ചുകൊണ്ട് കരഞ്ഞ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. അത് തന്നെയാണ് പലരുടെയും സ്വഭാവം എന്ന് എന്ത് ചെയ്യാൻ പറ്റും? സമർത്ഥിക്കാൻ പറ്റും. സെറ്റാണല്ലോ. നെക്സ്റ്റ്: ഇങ്ങനെയുള്ള ഞാൻ എന്നെ മറക്കിലും നിങ്ങളെ എന്നും മറക്കയില്ലേ. ഈ വരികൾ നൽകുന്ന ജീവിത പാഠം എന്താണ്? എന്തുകൊണ്ടാണ് ഓരോ മക്കളും അവരുടെ അച്ഛനമ്മമാരെ പരിഗണിക്കേണ്ട വസ്തുത കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് പീലിക്കണ്ണുകൾ എന്ന പാഠഭാഗത്ത് പറയുന്നുണ്ട്. ഉത്തരം സെറ്റാക്കി കൊള്ളുക. നെക്സ്റ്റ്: ഞാൻ ഈ തൊഴിലിൽ ഇരുന്നാൽ നാലാമച്ഛന് അപമാനമേയുള്ളൂ. കഥാനായകൻ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാനുള്ള കാരണം എന്തായിരുന്നു? സെറ്റാക്കിക്കൊള്ളുക. ഉത്തരം: എന്തോ ഒരു കാരണം കൊണ്ട് താൻ മോഷണത്തിന് പറ്റിയ ആളല്ല എന്ന് ഇക്കണ്ടക്കുറിപ്പ് പറയുന്നുണ്ട്. അതെന്തായിരുന്നു കാരണം? നെക്സ്റ്റ്: പുറപ്പെട്ടയിടത്താണ് 1000 കാതം അവൾ നടന്നിട്ടും. ഈ വരികളിൽ പ്രതിഫലിക്കുന്ന സ്ത്രീ ജീവിത അവസ്ഥ വിശദമാക്കുക. നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞിട്ടും സ്ത്രീകളുടെ അവസ്ഥകൾക്ക് ഒരു മാറ്റവുമില്ല എന്ന് പരാമർശിക്കുന്ന ഭാഗമാണ് നമ്മുടെ സംക്രമണം എന്ന കവിതയിലെ ഭാഗം. എന്തൊക്കെയാണ് അവിടെ പരാമർശിക്കേണ്ടത്? സെറ്റാക്കിക്കൊള്ളുക. നെക്സ്റ്റ്: ശസ്ത്രക്രിയ എന്ന കഥയിൽ ഗർഭപാത്രം എന്ന അവയവത്തിന് കേവലം ഒരു അവയവം എന്നതിനപ്പുറം പ്രാധാന്യമുണ്ടോ? വിശകലനം ചെയ്യുക. അവിടെ ഗർഭപാത്രം വെറും ഒരു അവയവമല്ല, അതിനൊരു വൈകാരികമായിട്ടുള്ള ഒരു തലം കൂടി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എഴുത്തുകാരൻ കൽപ്പിച്ച് കിടക്കുന്നുണ്ട്.
സെറ്റാണല്ലോ. ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇന്ന് രാത്രി 7:30 നടക്കുന്ന ലൈവിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മക്കൾ ഫ്രണ്ട്സിനെ കൂട്ടി എന്ത് ചെയ്യുക, എത്തിച്ചേർന്നോളുക. ഓക്കെ, താങ്ക് യു.